ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ബി.ജെ.പി. ഇതിന്റെ ആദ്യപടിയായി 2 കേന്ദ്രമന്ത്രിമാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ സ്വീകരണം ബി.ജെ.പി. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരുക്കി. വരും ദിവസങ്ങളിൽ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. പരിപാടിയിലുടനീളം ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ചായിരുന്നു നേതാക്കൾ സംസാരിച്ചത്. അടുത്ത തൃശൂർ പൂരം ബി.ജെ.പി. എം.പിയോടൊപ്പം ആഘോഷിക്കാനുള്ള തീരുമാനം തൃശൂരുകാരെടുത്തതുപോലെ അടുത്ത കൽപ്പാത്തി രഥോത്സവം ബി.ജെ.പിയോടൊപ്പം ആഘോഷിക്കാനുള്ള തീരുമാനം പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ എടുക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പരിപാടിയിൽ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയത്തിലൂടെ ഉണ്ടായത് മിനി വെടിക്കെട്ടാണ്. അടുത്ത വെടിക്കെട്ട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലുണ്ടാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഊർജ്ജം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ പാലക്കാട് താമര വിരിയുമെന്നായിരുന്നു പി.കെ. കൃഷ്ണദാസിന്റെ പ്രതികരണം. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ, ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. തൃശൂർ എനിക്കിഷ്ടമാണ്, എനിക്ക് വേണം. തൃശൂർ എനിക്ക് തരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷമാണ് തൃശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത്. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ, ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിലെ വിജയം ആവേശമാക്കി പ്രവർത്തിച്ചാൽ പാലക്കാട് പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. ബി.ജെ.പി. രണ്ടാമത് നിൽക്കുന്ന മണ്ഡലത്തിൽ ശക്തനായ നേതാവ് ഇറങ്ങിയാൽ മണ്ഡലം കൂടെ പോരുമെന്ന് നേതൃത്വം കരുതുന്നു. മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കട്ടെ എന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ആവശ്യം. ആർ.എസ്.എസിനും ഇതേ നിലപാടാണ്. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശോഭയ്ക്ക് വോട്ടുയർത്താൻ സാധിച്ചിട്ടുണ്ട്. ശോഭ പാലക്കാട് ഇറങ്ങിയാൽ വോട്ട് കുത്തനെ ഉയർത്താനാകുമെന്നും അട്ടിമറി ഉണ്ടാകുമെന്നും നേതാക്കൾ കരുതുന്നു. എന്നാൽ ജില്ലയിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾ മതിയെന്ന നിലപാടിലാണ് ജില്ലാ നേതൃത്വം. അങ്ങനെയെങ്കിൽ സന്ദീപ് വാര്യർ, കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകൾക്കായിരിക്കും മുൻതൂക്കം. ദേശീയ നേതൃത്വത്തിന്റെ നിലപാടുകൂടി ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും.